നേരെ പോവുക, നേരെ ലൈനിൽ പോവുക. ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്ന് ഓഗസ്റ്റ് 26, തിരുവോണ ദിവസം. എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ. ഹാപ്പി ഓണം. അങ്ങനെ രാവിലെ തന്നെ എഴുന്നേറ്റും ഇനിയിപ്പം കുളിയും പരിപാടിയെല്ലാം ചെയ്യാനുണ്ട്. അതിന് മുന്നേ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ വീട്ടിൻ്റെ അടുത്തെല്ലാം ക്ലബിലെല്ലാം ചെറിയ ചെറിയ ഓണപരിപാടി ഉണ്ട്. അന്ന് ചിലപ്പോൾ അങ്ങോട്ട് പോകണം. പിന്നെ വീട്ടിൽ ചെറിയൊരു പൂക്കളം സെറ്റാക്കണം. അത് അനിയത്തിയെല്ലാം ഇങ്ങനെ ചെയ്യുന്നുണ്ട്. എന്തായാലും നമുക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഓണാശംസകൾ നേരുന്നു. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ചെറിയൊരു വ്ളോഗാണ്, കാണാം, സപ്പോർട്ട് ചെയ്യുക. പണ്ടേ ഒരു ചൊല്ലുണ്ടല്ലോ, അത്തം കറുത്ത ഓണം വെളുക്കുന്നല്ലോ. അപ്പോൾ ഈ പ്രാവശ്യം ഏകദേശം അത്തത്തിന് നല്ല ചെറുങ്ങനെ മഴയെല്ലാം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇപ്പം തിരുവോണമായിരുന്നു. രാവിലെ എല്ലാം നല്ല മഴ കഴിഞ്ഞു കേട്ടോ. ഈ കണ്ണൂർ നമ്മളെ സ്ഥലം 2-3 ദിവസമായിട്ട് നല്ല മഴയായിരുന്നു. പക്ഷേ ഇപ്പം ഏകദേശം രാവിലെ 8 മണി ഈ സമയത്ത് മഴ കുറഞ്ഞിട്ടുണ്ട്, വെയിലെല്ലാം വരുന്നുണ്ട്. ഉണ്ടോ, ആ ചെടീൻ്റെ ഉള്ളൂട്ടിയെല്ലാം ഇങ്ങനെ ചെറിയ വെയിലടിക്കുന്നുണ്ട്. ഏതായാലും നോക്കാം. ഏതായാലും ഇന്നലെ വൈകിട്ടെല്ലാം ഉത്രാട ദിവസത്തിനെല്ലാം വൈകിട്ടൊന്നും അധികം മഴ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ചെറിയ ചെറിയ കച്ചവടക്കാർക്കും അതെല്ലാം വലിയ കുഴപ്പമില്ലാണ്ട് പോയി. ടി വിയിലും വാർത്തയിലും നമുക്ക് കാണാൻ പറ്റി. ഏതായാലും ഓണം തകർക്കാം. ഏതായാലും അനിയത്തിയുടെ പൂവിട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് പൂക്കളൊന്ന് നോക്കാം. അത്ര വലിയ പൂക്കളൊന്നുമില്ല, ചെറിയ ഒരു പൂക്കളാണ്. ഏതായാലും നമ്മളെ കൊണ്ട് പറ്റുന്ന വിധത്തിൽ ചെറിയൊരു പൂവിട്ടിട്ടുണ്ട്. അച്ഛൻ രാവിലെ തന്നെ ടി വിയും തുറന്നു വെച്ച് ഇങ്ങനെ ന്യൂസും കേട്ടിരിക്കുന്നുണ്ട്. എനിക്ക് ഞാൻ തന്നെ എപ്പോഴും കളിക്കണമെന്നുള്ളൊരു വാശി എനിക്കൊരു ടീം സ്പോർട്ടിൽ കാണിക്കാൻ താല്പര്യം. ഇതില്ലേ, ഇത് ഓടപ്പൂ. നമ്മൾ കൊട്ടിയൂർ അമ്പലത്തിലെല്ലാം പോയിട്ട് വരുമ്പോൾ മേടിക്കുന്നതാണ്. നമ്മൾ ഈ കണ്ണൂർ ഇങ്ങോട്ടില്ല, അവര് അമ്പലത്തിൽ കൊട്ടിയൂർ പോയി കഴിഞ്ഞാൽ, കണ്ണൂർ അമ്പലത്തിലല്ല അല്ലാണ്ട് പിന്നെ ഈ കൊട്ടിയൂർ അമ്പലത്തില് മെയിൻ ഒരു പ്രസാദം പോലെ കിട്ടുന്ന ഒരു ഇതാണ് ഓടപ്പൂ. ഇത് സാധനം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന ഇതുപോലെ വീട്ടിന് വാതിലിൻ്റെ അവിടെ ഇങ്ങനെ തൂക്കിയിടും. സാറ് അടുക്കളയിൽ നിന്ന് ഓടുന്ന ഓട്ടം നോക്കിയാ. അടുക്കളയിൽ നിന്ന് എന്ന പരിപാടി നോക്കാൻ പോയതായിരിക്കും. അമ്മയും അനിയത്തിൻ്റെ ഇവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടി നോക്കുന്നത്. ഏകദേശം സമയം 8:30 കഴിഞ്ഞു. രാവിലത്തെ കത്തലടക്കാനുള്ള സമയമായി. അമ്മ ഇതാ ഉച്ചക്കേക്ക് വേണ്ടുന്ന പച്ചക്കറി എല്ലാം ഇങ്ങനെ അരിഞ്ഞിടുന്നുണ്ട്. അങ്ങനെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിലും കഴിഞ്ഞ് കുളിയും കഴിഞ്ഞു. ഒന്ന് പുതിയ ഡ്രസ്സിലിട്ടിട്ട് ഇനി ഒന്ന് ക്ലബിൻ്റെ അങ്ങോട്ട് പോകണം. അതിനുള്ള തയ്യാറെടുപ്പിലാണ്. ഹലോ ഗൈസ്, അങ്ങനെ കുളിയും പരിപാടിയെല്ലാം കഴിഞ്ഞു. അങ്ങനെ ഓണത്തിൻ്റെ ഡ്രസ്സ് കിട്ടും. ഇതാണ് ഓണത്തിൻ്റെ ഷർട്ട്, മഞ്ഞ ഷർട്ട്. അനിയും മേടിച്ചു തന്നെയാണ്, അതുകൊണ്ട് കുഴപ്പമില്ലല്ലോ. ഇനിയിപ്പോൾ നമുക്കൊന്ന് പുറത്തേക്കെല്ലാം ഇറങ്ങാം. പക്ഷേ നോക്കുമ്പോൾ നല്ല മഴ വരുന്നുണ്ട്. കാലാവസ്ഥ വളരെ വളരെ മോശമാണ്. മുറ്റത്തെല്ലാം ഇങ്ങനെ മഴ പെയ്തിട്ട് വെള്ളമുണ്ട്. മഴ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. പക്ഷെ ഇടയ്ക്ക് വെയിലുമുണ്ട്. അതാ അവസ്ഥ. ചിങ്ങത്തിലെ മഴ ചിണുങ്ങി ചിണുങ്ങി നല്ല ചൊല്ലില്ലേ, ഇതിപ്പോൾ അതുപോലെയും നല്ല മഴ തന്നെയാണ്. ഇപ്പം നല്ല വെയിലും വരുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ ഏകദേശം ഉച്ചക്ക് 1 മണിയായി. ഇനി ഏതായാലും വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ച് വന്നിട്ട് ക്ലബിൻ്റെ അങ്ങോട്ട് ഇറങ്ങാം. വൈകിട്ട് പരിപാടി ഉണ്ടാവും. അപ്പോഴത്തേക്ക് മഴ കുറച്ച് കുറയുമെന്ന് പ്രതീക്ഷിക്കാം. നല്ല രാവിലെ മുതൽ ഉച്ച വരെ നല്ല മഴയായിരുന്നു. അങ്ങനെ ഞാൻ വീട്ടിലെത്തി ഉച്ച ഭക്ഷണം കഴിച്ച് ഇനി ക്ലബിലേക്ക് പോവാം.
ശരീരവും മനസ്സും ഏകാഗ്രതയിൽ ഒരേ മനസ്സോടെ ഗ്ലാസ്സിലെ വെള്ളം നിശ്ചലമായി നിർത്തുകയാണ്. മറിഞ്ഞു വീഴുന്നവർ ദയവേത് പുറകോട്ടേക്ക് മാറുക. ഒരു മത്സരം, വിദ്യാർത്ഥികൾ യുവജനങ്ങളുടെ മത്സരം. പോകുന്നുണ്ട്, റോഡിൽ നിൽക്കരുത്. വാഹനത്തിന് പോകാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുക. ഉണ്ടാവില്ലേ ഫസ്റ്റ് മാത്രം അടുത്ത റൗണ്ടിലേക്ക് പോലെ ഒരാൾ മതിയാ. അഞ്ചാള് മതി. രാജു 5 മതി. തമ്മിൽ ഇടുന്ന ഇതാക്കാനാകുന്നില്ല. 5 മതി. 5 ഇവിടെ യൂണിഫോമിൽ അംഗത്തെ തയ്യാറായിട്ടുള്ള കുറെ ആളുകളുണ്ട്. ഒരേ യൂണിഫോമിൽ ഈ വെള്ളമൊഴിക്കുന്നതിന് വേണ്ടിയുള്ള സൗകര്യാർത്ഥം 5 പേരാണ് മത്സരത്തിൽ പങ്കെടുക്കുക. 5 പേർ എത്രയും പെട്ടെന്ന് റെഡിയാവുക. പറഞ്ഞോണ്ട് നിറയാൻ പോകുന്നു, നിറയാൻ പോകുന്നു കുട്ടി. ഇത് മതി.
നെറ്റിയിൽ ബിസ്ക്കറ്റ് വെക്കുക, കൈ പുറകിൽ കെട്ടുക, ബിസ്ക്കറ്റ് വീഴാതെ കടിക്കണം. ബിസ്ക്കറ്റ് ക്യാച്ച് അടിക്കാൻ